പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നമ്മെ സഹായിപ്പാൻ ശക്തിയുള്ള ദൈവമാണ്. എന്ത് വലിയ പ്രശ്നത്തിലൂടെ നാം കടന്നുപോയാലും നമ്മുടെ ദൈവത്തിന് ആ പ്രശ്നത്തിൽ നിന്ന് നമ്മെ ഈസിയായിട്ട് വിടുവിച്ചെടുക്കാനായിട്ട് കഴിയും. എന്നാൽ ആ ദൈവത്തിങ്കിൽ നിന്ന് നാം സഹായം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആ ദൈവത്തിൻ്റെ സഹായം നമുക്കുണ്ടാകണമെങ്കിൽ നാം ചെയ്യേണ്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ന് പകലിൽ ഈ വചനധ്യാനത്തിലൂടെ വചനത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് നാം ആ കാര്യം ഒരുമിച്ച് ധ്യാനിപ്പാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം ഒരു പുതിയ ദിനം എന്ന ദൈനംദിന വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ചേരുന്ന ആ ദിവസം, ആ വിവാഹ ദിവസം, അവർ തമ്മിൽ കൈമാറുന്ന ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിലൂടെ അവർ തെളിയിക്കുന്നത്, അവർ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ട്രസ്റ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്, പരസ്പരം ആശ്രയിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. രണ്ടുപേരും പെർഫെക്റ്റ് അല്ലാതിരിക്കുമ്പോൾ തന്നെ രണ്ട് മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ മറ്റേ ആളിൽ ആശ്രയിക്കും. മറ്റേ ആൾ അതുപോലെ തന്നെ തിരിച്ചു പറയുകയാണ്, ഞാൻ ഇദ്ദേഹത്തിൽ അല്ലെങ്കിൽ ഈ എൻ്റെ ഭാര്യയായി നൽകപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീയിൽ ആശ്രയിക്കും. അവർ രണ്ടുപേരും തമ്മിൽ കൈമാറുന്ന മാനുഷികമായ ഉടമ്പടിക്കകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അവർ തമ്മിലുള്ള വിശ്വാസം, അവർ തമ്മിലുള്ള ട്രസ്റ്റ്, അവർ തമ്മിലുള്ള ആശ്രയം എന്നുള്ളത്. ഇനി ആത്മീയമായി നാം ചിന്തിക്കുമ്പോൾ, നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, നാമും മനുഷ്യരുമായിട്ട് ബന്ധമുള്ളതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം. നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെയാണോ ശരിയാകുന്നത്, ക്രമമാകുന്നത്, അവിടെയാണ് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ സ്ഥിരതയുണ്ടാകുന്നത്. അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇതേ ട്രസ്റ്റ് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ ദൈവം സഹായിപ്പാൻ ശക്തനായ ദൈവമാണ്. എന്നാൽ ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നവരായി മാറ്റപ്പെടണം. നാം ദൈവവുമായിട്ട് ഏകാഗ്ര ഹൃദയമുള്ള ഒരു മനോഭാവത്തിലേക്ക് കടക്കണം. നാം ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ഈ ലോകത്തിൽ ആശ്രയിക്കുവാൻ ഒരു പക്ഷേ പലതും നാം കണ്ടേക്കാം. അതിലാശ്രയിക്കുന്നതിന് പകരം ദൈവവുമായിട്ടുള്ള ആശ്രയത്തിൽ നാം വർദ്ധിച്ചു വരണം. ദൈവത്തിൽ നാം ട്രസ്റ്റ് ചെയ്യണം. ദൈവവുമായിട്ടുള്ള ബന്ധം നാം ഒന്ന് ക്രമപ്പെടുത്തുമ്പോൾ ദൈവം നമുക്കുള്ള വഴികൾ തെളിച്ചു തരും. ദൈവം നമുക്ക് വഴി കാണിച്ചു തരും, നമ്മെ ഗൈഡ് ചെയ്യും. നാം എവിടെയാണ് പോകേണ്ടത്, നാം ഏത് ഡയറക്ഷനിലാണ് ചലിക്കേണ്ടത് എന്ന് ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. വേദപുസ്തകത്തിലെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുകയാണ്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം എന്തിനാണ് ഈ ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ കണ്ണും കാതുമൊക്കെ തുറന്നുകൊണ്ട് ദൈവം എന്തിനാണ് ഈ ഭൂമിയിൽ അങ്ങനെ ഊടാടി നടക്കുന്നത്? തന്നിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ സമയം ചിലവിടുന്നവർക്ക് വേണ്ടി അവരെ സഹായിപ്പാൻ ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശബ്ദങ്ങളെ ഒപ്പിയെടുക്കുവാൻ തയ്യാറായി ദൈവം തൻ്റെ കാതും തൻ്റെ കണ്ണ് നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുകയാണെന്നർത്ഥം. ഇന്ന് പകലിലും ആ ദൈവത്തിലൊന്ന് ആശ്രയിക്കുവാനായിട്ട് തയ്യാറായാൽ തൻ്റെ സഹായഹസ്തങ്ങൾ നമുക്ക് വേണ്ടി ദൈവം നീട്ടിത്തരും. ഇന്നെന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും നാം നമ്മുടെ ആശ്രയം മുഴുവനും ആ ദൈവത്തിങ്കിലേക്ക് വയ്ക്കുവാനായിട്ട് തയ്യാറാകുക. ഈ ഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഈ 16-ാമത്തെ അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളെ നാം കാണുകയാണ്. ഒന്ന്, ഇസ്രയേൽ എന്നുള്ള രാജ്യം. ഇസ്രയേലിനെ ഭരിക്കുന്നത് ബയശ എന്നുള്ള രാജാവാണ്. ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന
യഹൂദ ദേശം അന്ന് ഭരിക്കുന്നത് ആസ എന്നുള്ള രാജാവാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ആസ എന്ന അതുവരെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ആസ എന്നുള്ള രാജാവ് ഇപ്പോൾ ചെയ്യുന്നത് അരാം രാജ്യവുമായി കൂട്ടുപിടിച്ചുകൊണ്ട്, അരാം രാജ്യത്തിലെ രാജാവായ ബെൻ ഹദദുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേലിന് വിരോധമായി തിരിയുന്ന ഒരു കാഴ്ച നാം അവിടെ കാണുകയാണ്. ഈ ആസായുടെ ജീവിതത്തിൽ അല്പം പിന്നിലേക്ക് കയറി നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ താൻ ദൈവത്തിൽ പൂർണ്ണ മനസ്സോടെ ആശ്രയിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. തൊട്ട് മുൻപത്തെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, എത്യോപ്യൻ രാജ്യം ഈ രാജ്യത്തിന് വിരോധമായി കടന്നു വന്ന സാഹചര്യത്തിൽ ഈ ആസായുടെ രാജ്യത്തിലെ പടയാളികളെക്കാൾ ഇരട്ടി ബലവുമായിട്ട് ആ ദേശം, ആ രാജ്യം ഈ യഹൂദയ്ക്ക് വിരോധമായി കടന്നു വന്നപ്പോൾ ആസ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനനു വേണ്ടി നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനായിട്ട് താൻ തയ്യാറായപ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യുകയും യഹൂദ ദേശം ജയിച്ചു കയറുകയും ചെയ്യുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുമിച്ച് ധ്യാനിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു വിഷയമുണ്ടായപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് പകരം ആസ ചെയ്തത് ബെൻഹദദുമായി, അല്ലെങ്കിൽ അരാം രാജ്യവുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നതിലേക്ക് തൻ്റെ കാര്യങ്ങൾ, തൻ്റെ ചിന്തകൾ, തൻ്റെ ഹൃദയം അതിലേക്ക് ചായ്ക്കുകയാണ്. ഈ കാര്യം ദൈവത്തിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഹനാനി എന്നുള്ള ഒരു ദർശകനെ ദൈവം ആസായുടെ അടുക്കലേക്ക് അയച്ചിട്ട് ആസായ്ക്ക് തൻ്റെ കുറവുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ആസായെ, നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്നവനാണ്, നീ ദൈവത്തിൽ മാത്രം ഹൃദയം സമർപ്പിക്കേണ്ടുന്നവനാണ്, നീ ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കേണ്ടുന്നവനാണ്, നീ ദൈവത്തോടാണ് ആദ്യം കാര്യങ്ങൾ ചോദിക്കേണ്ടത്, നീ ദൈവം പറയുന്ന ആലോചന പ്രകാരമാണ് അടുത്ത സ്റ്റെപ്പുകൾ വയ്ക്കേണ്ടത് എന്ന് ആസായെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് പകലിൽ എവിടെയാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ്, എവിടെയെങ്കിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകളുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമുക്ക് ബോധ്യം തരികയാണെങ്കിൽ, ആ വിള്ളലുകളെയൊക്കെ മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം ഇന്ന് പകലിൽ നമുക്ക് ആലോചന പകരുകയാണ്. ആ ബന്ധമൊന്ന് ശരിയാകുമ്പോൾ, ദൈവവും നാമുമായിട്ടുള്ള ബന്ധമൊന്ന് ശരിയാകുമ്പോൾ, ദൈവവും നാമുമായിട്ടുള്ള ആ ആശ്രയ ബോധ്യവും ഏകാഗ്രചിത്തതയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവവും നമുക്കുള്ളിൽ ഉണ്ടാകുമ്പോൾ, നമ്മെ സഹായിപ്പാനായിട്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സഹായവുമായി കടന്നു വരും. ഏത് പ്രശ്നത്തിൽ നിന്നും ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ദൈവം നമുക്ക് വഴി കാണിച്ചു തരും. ആരുടെ അടുത്തേക്ക് പോകണം, ആരുമായി കണക്ട് ചെയ്യണം, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ആരുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് ദൈവം നമുക്കത് കാണിച്ചു തരികയും ദൈവം നമ്മെ ഗൈഡ് ചെയ്യുകയും നമ്മെ സഹായിപ്പാൻ ചിലരുമായിട്ട് ദൈവം നമ്മെ കണക്ട് ചെയ്യിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നാം കാണും. ഇന്നാളുകളിൽ ദൈവത്തിലധികം ആശ്രയിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.